തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, അവിടെ ഹോളിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരും പല സ്ഥലങ്ങളിലായി സൂമിൽ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനം പഠിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ആയിരിക്കാൻ, നിങ്ങളോടൊരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ലഭിച്ചതായി അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വരാനിരിക്കുന്നതായ കാര്യങ്ങൾ, ബൈബിളിലെ പ്രവചന വിഷയങ്ങൾ, മേലാൽ സംഭവിക്കാനുള്ളതായ കാര്യങ്ങളാണ് നാം ഇപ്പോൾ ഈ വിഷയം ആരംഭിച്ചപ്പോൾ ചിന്തിച്ച് തുടങ്ങിയത്. ഇനിയും സംഭവിക്കാനുള്ളതായ കാര്യങ്ങൾ, കുറേയേറെ കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. അതിൽ ന്യായാസനങ്ങൾ, ന്യായവിധി എന്നുള്ളൊരു വിഷയത്തിലേക്കാണ് നമ്മൾ പോന്നിരിക്കുന്നത്. ന്യായം വിധിക്കുവാൻ, ദൈവം മനുഷ്യരെ ന്യായം വിധിക്കുവാൻ സ്ഥാപിക്കുന്നതായ 3 സിംഹാസനങ്ങളുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ന്യായം വിധിക്കുവാനായി സ്ഥാപിക്കുന്നതായ 3 സിംഹാസനങ്ങളുണ്ട്. ഒന്ന് ക്രിസ്തുവിൻ്റെ ന്യായാസനം, 2 തേജസ്സിൻ്റെ സിംഹാസനം, 3 വെള്ള സിംഹാസനം. ഇങ്ങനെ 3 സിംഹാസനങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലെ ന്യായവിധി, തേജസ്സിൻ്റെ സിംഹാസനത്തിലെ ന്യായവിധി, വെള്ള സിംഹാസനത്തിലെ ന്യായവിധി. അതിൽ ആദ്യം നടക്കാനുള്ളത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലെ ന്യായവിധിയാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനം അത് എപ്പോഴാണ് സ്ഥാപിക്കുന്നത്? എവിടെയാണ് സ്ഥാപിക്കുന്നത്? ആരൊക്കെയാണ് ആ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്നത്? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അവിടെ ലഭിക്കുന്നത്, പ്രതിഫലങ്ങളാണ് ലഭിക്കുന്നത്, എന്തൊക്കെയാണ് എന്നിങ്ങനെ 4 വിഷയങ്ങളാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തോടുള്ളതായ ബന്ധത്തിൽ നാം ചിന്തിച്ചു പോരുന്നത്. എപ്പോഴാണ് സ്ഥാപിക്കുന്നത്? ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ശേഷം സഭ എടുക്കപ്പെട്ട് കർത്താവ് മധ്യാകാശത്ത് മടങ്ങി വന്ന് സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് മധ്യാകാശത്ത് ക്രിസ്തുവിനോടുകൂടെ സമ്മേളിക്കുന്നതായ ഒരു മഹാസമ്മേളനമുണ്ട്. അവിടെയാണ് തൻ്റെ വിശുദ്ധന്മാർക്ക് പ്രതിഫലങ്ങൾ നൽകുന്നതിന് വേണ്ടി ക്രിസ്തുവിൻ്റെ ന്യായാസനം സ്ഥാപിക്കുന്നത്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനെ തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അവിടെ നാം എല്ലാവരും എന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അപ്പോസ്തലനായി പൗലോസ്ലീഹായും അവിടെ ഉണ്ട്. വിശുദ്ധന്മാർ, തൻ്റെ വിശുദ്ധന്മാർ എല്ലാവരും സമ്മേളിക്കുന്നതായ മഹാസമ്മേളനം. അവിടെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? 1 കിരീടങ്ങളെ കൊടുക്കും. 5 വിധ കിരീടങ്ങൾ കർത്താവ് നൽകുന്നതായി നാം ചിന്തിക്കുകയുണ്ടായി. 1 വാടാത്ത കിരീടം, 2 പ്രശംസാ കിരീടം, 3 നീതിയുടെ കിരീടം, 4 ജീവകിരീടം, 5 തേജസ്സിൻ്റെ കിരീടം. അത് ആർക്കെല്ലാമാണ്, ഏതെല്ലാം കിരീടങ്ങളാണെന്നെല്ലാം
വളരെ വിശദമായി തന്നെ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ കീഴങ്ങൾ കൂടാതെ പ്രതിഫലങ്ങളുണ്ട്, പ്രശംസകളുണ്ട്, സിംഹാസനങ്ങളുണ്ട്. ഇതെല്ലാം ചിന്തിച്ചു വരികയാണ്. പ്രതിഫലങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 5 വിധ പ്രതിഫലങ്ങളെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ളതായ ദൂതിൽ നാം കാണുന്നുണ്ട്. ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുവാൻ കൊടുക്കും, മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, വെള്ളക്കല്ലും അതിലെഴുതിയിരിക്കുന്ന പുതിയ പേരും കൊടുക്കും. അങ്ങനെ ഓരോന്നോരോന്ന് ചിന്തിച്ചു പോരുകയാണ്. ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് തരുന്നതായ ഒരു പ്രതിഫലത്തെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നതായ കാര്യമാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ളതായ വാക്യങ്ങളിൽ 4-ാമത്തെ കാര്യമുണ്ട്, ജാതികളുടെ മേലുള്ള വാഴ്ച. നോട്ട് കുറിക്കുന്നവർക്ക് എഴുതാം. 4 ജാതികളുടെ മേലുള്ള വാഴ്ച. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവനെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജാതികളുടെ മേലുള്ള വാഴ്ചയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ വേദഭാഗം 7 സഭകൾക്കുള്ളതായ ദൂത്. അതിൽ തുയത്തൈര സഭയ്ക്കുള്ളതായ ദൂതാണ് നമ്മിവിടെ വായിച്ചു കേട്ടത്. ജാതികളുടെ മേലുള്ള വാഴ്ച, ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് സഹസ്രാബ്ദ വാഴ്ചയിൽ ലഭിക്കുന്നതായ ഭരണാധികാരത്തെയാണ് ഇവിടെ കാണുന്നത്. തൻ്റെ വിശുദ്ധന്മാർക്ക് സഹസ്രാബ്ദ വാഴ്ചയിൽ ലഭിക്കുന്നതായ ഭരണാധികാരം. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്നു, സഭ എടുക്കപ്പെട്ടു. സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിൽ മഹോപദ്രവകാലം, ഉപദ്രവകാലവും മഹോപദ്രവകാല യുഗവും 2 യുഗങ്ങൾ, 7 വർഷം ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു ഭരിക്കുന്നതായ ഭരണകാലം. ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ ഒടുവിൽ ക്രിസ്തുവും തൻ്റെ വിശുദ്ധന്മാരും കൂടെ ഈ ഭൂമിയിലേക്ക് വരും. ഹർമഗദോൻ യുദ്ധം നടക്കും. മെഗീദോ താഴ്വരയിൽ, മെഗീദോ. അന്നാളിൽ അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല 2ആയി പിളരും. ഒരു വലിയ താഴ്വര ഉണ്ടാകും. ക്രിസ്തുവും തൻ്റെ വിശുദ്ധന്മാരും എതിർ ക്രിസ്തുവിനോടും സൈന്യത്തോടും യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി ഈ ഭൂമിയുടെ ഭരണം കർത്താവ് ഏറ്റെടുക്കുന്ന ഒരു കാലമുണ്ട്. ക്രിസ്തു അഖിലാണ്ടത്തെ രാജാതിരാജാവായി അടക്കി വാഴുന്നതായ ഒരു കാലം. 1000 ആണ്ട് ഒരു കാലയളവും തിരുവചനം പറയുന്നുണ്ട്. സഹസ്രാബ്ദ വാഴ്ച, ദ മില്ലേനിയം. അങ്ങനെ കർത്താവ് ഈ ഭൂമിയിൽ 1000 ആണ്ട് അടക്കി വാഴുമ്പോൾ തൻ്റെ വിശുദ്ധന്മാർ അവനോട് കൂടെ വാഴുന്ന ആ കാലത്താണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ക്രിസ്തു ഈ ഭൂമിയിൽ വാഴുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിൽ ക്രിസ്തുവിൻ്റെ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്നതായ
ഭരണാധികാരത്തെയാണ് അവിടെ കാണുന്നത്. നാം ലൂക്കോസിൻ്റെ സുവിശേഷം 19 അധ്യായം 11 വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. താൻ പിടിക്കപ്പെടുന്നതിന് മുൻപ്, താൻ കഷ്ടാനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ്, അവസാനിക്കും മുമ്പ്, യെരുശലേമിലേക്കുള്ളതായ കഴുതമേലുള്ള തൻ്റെ രാജാതിരാജാവായുള്ളതായ എഴുന്നള്ളത്തിന് മുമ്പ് കർത്താവ് പറയുന്നതായ ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യൻ ദൂരദേശത്തേക്ക് യാത്ര പോകുമ്പോൾ തൻ്റെ 10 പേരെ വിളിച്ചിട്ട് അവർക്ക് 10 റാത്തൽ കൊടുക്കുന്നുണ്ട്. റാത്തലുകളുടെ ഉപമമായി നാം പറയാറുണ്ട്. റാത്തലുകളുടെ ഉപമ. ഞാൻ സമയക്കുറവ് കൊണ്ട് ആ വേദഭാഗം വായിച്ച് വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരിൽ 10 പേരെ വിളിച്ചിട്ട് അവർക്ക് 10 റാത്തൽ കൊടുക്കുന്നുണ്ട്. പരദേശത്തേക്ക് പോയി. പക്ഷേ അവിടെയുള്ള ആളുകളെല്ലാവരും ഇയാളെ പകച്ചു, എതിർത്തു. എന്നാൽ ഈ മനുഷ്യൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ അവർക്കെല്ലാം ശിക്ഷ കൊടുക്കുന്നുണ്ട്. താൻ റാത്തലുകൾ കൊടുത്ത ഓരോരുത്തരെയും വിളിച്ചു. ഒരുത്തൻ വന്നു, യജമാനെ, അങ്ങ് തന്ന റാത്തൽ ഞാനതുകൊണ്ട് 10 റാത്തൽ നേടി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദാസന്, നല്ലവനും വിശ്വസ്തനുമായ ദാസന് എന്ന് പറഞ്ഞ്, ഞാൻ നിന്നെ 10 പട്ടണങ്ങൾക്ക് അധിപതിയാക്കുമെന്ന് പറയുന്നുണ്ട്. 10 പട്ടണങ്ങൾ ഭരിക്കാനുള്ള അധികാരം ഞാൻ നിനക്ക് തരുന്നു. അപ്പോൾ ആ റാത്തൽ, യജമാനൻ കൊടുത്തതായ ആ ഒരു റാത്തൽ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച് യജമാനൻ്റെ റാത്തൽ വ്യാപാരം ചെയ്ത, രാജത്വം പ്രാപിച്ച് മടങ്ങി വരാൻ പോയിരിക്കുന്നതായ യജമാനൻ തന്നെ ഏൽപ്പിച്ചതായ വിലപ്പെട്ടതായ നിധി, യജമാനോടുള്ളതായ ഭക്തിയും ബഹുമാനവും സ്നേഹവും ആദരവും കൊണ്ട് അത് ഏറ്റവും പ്രയോജനപ്പെടുത്തിയതായ ആ ദാസനോട് പറഞ്ഞു, ഞാൻ നിന്നെ 10 പട്ടണങ്ങൾക്ക് അധിപതിയാക്കും. അടുത്തയാളെ വിളിച്ചു. ആള് 5 റാത്തൽ കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങ് തന്ന ഈ റാത്തൽ ഞാനത് വ്യാപാരം ചെയ്തു വർദ്ധിപ്പിച്ചു, 5 കൂടെ നേടി എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് ഏൽപ്പിച്ചു. അപ്പോൾ യജമാൻ പറഞ്ഞു, നല്ലവൻ വിശ്വസ്തനുമായ ദാസനെ, ഞാൻ നിന്നെ 5 പട്ടണങ്ങൾക്ക് അധിപതിയാക്കും. 3-ാമത്തെ ആൾ വന്നു, അയ്യോ യജമാനെ, അങ്ങ് കഠിന മനുഷ്യനെന്ന് കണ്ട് ഞാൻ ഭയപ്പെട്ടു. ഞാൻ എൻ്റെ വ്യാപാരങ്ങളെല്ലാം ചെയ്ത് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷേ നീ ഏൽപ്പിച്ചത് ഞാൻ ഭദ്രമായി ഒരു ഉറുമാലിൽ കെട്ടി ഞാനത് ഭദ്രമായി കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാ അങ്ങ് എടുത്തോ. ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് വിളിച്ച് ആ വേദഭാഗം വായിച്ചാൽ നമുക്കറിയാം. നമുക്കെല്ലാം അറിയാവുന്നതായ ഒരു വേദഭാഗമാണ്. ലൂക്കോസിൽ സുവിശേഷം 19 അധ്യായം 11 മുതലുള്ളതായ വാക്യങ്ങൾ. ഞാൻ ആ വാക്യങ്ങൾ നമുക്കറിയാവുന്നതും പരിചയം ആയതുകൊണ്ട് വിവരിക്കുന്നില്ല. രാജത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ നമ്മുടെ കർത്താവ് രാജത്വം പ്രാപിച്ച് മടങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. രാജാവായി മടങ്ങി വരുന്നൊരു ദിവസമുണ്ട്. ഇന്ന് ആളുകൾക്കൊന്നും കർത്താവിന് വലിയ വിലയില്ല. കർത്താവ് അയക്കുന്നവരെയും വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. കർത്താവ് അയക്കുന്നവർക്ക് വലിയ മാനമൊന്നും കൊടുക്കുന്നില്ല, വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ, അവൻ നമ്മെ ഏൽപ്പിച്ചതിന് കണക്ക് ചോദിക്കുമ്പോൾ, യജമാനൻ ഏൽപ്പിച്ചതായ റാത്തൽ, യജമാനോടുള്ളതായ സ്നേഹവും ബഹുമാനവും ആദരവും യജമാനൻ ഏൽപ്പിച്ചതിൻ്റെ വിലയുമെല്ലാം മനസ്സിലാക്കി യജമാനൻ
ഏൽപ്പിച്ചതിന് വേണ്ടി നിന്നാൽ നമ്മെ പട്ടണങ്ങളുടെ അധിപതിയാക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഉപമയോടുള്ളതായ ബന്ധത്തിൽ ചേർത്ത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ തുയത്തൈര സഭയ്ക്കുള്ളതായ ദൂത് അന്ന് ദേശം ദേശമായി നാം പാടാറുണ്ട്. ദേശം ദേശമായി യേശു ഭരണം ചെയ്യുമ്പോൾ മോശക്കാരെന്ന് ഇവിടെ കണ്ടവർ അന്ന് കൂടെ വാഴും, യജമാനോട് കൂടെ വാഴും. ഇന്ന് മോശക്കാരായിരിക്കാം, ഇന്ന് വിലയില്ലാത്തവരായിരിക്കാം, ഇന്ന് സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് യജമാനെ ഏൽപ്പിച്ച റാത്തലിന് വേണ്ടി നിൽക്കുന്നവരായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരുത്തൻ യജമാൻ്റെ റാത്തൽ ഉറുമാലിൽ കെട്ടിവെച്ചു, അവൻ്റെ കാര്യങ്ങളിൽക്കെല്ലാം നടന്നു. ദൈവത്തിന് സ്തോത്രം. പലരും യജമാൻ അയച്ചവരെ നിന്ദിച്ചു, യജമാനെ അപമാനിച്ചു, സുവിശേഷത്തെ അപമാനിച്ചു, എല്ലാം നടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ 2-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങൾ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ സങ്കീർത്തനക്കാരനെടുത്ത് പറയുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ സഭയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലൻ പറയുമ്പോൾ ശക്തമായ ഭാഷയിൽ കൊരിന്ത സഭയെ ശാസിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുമ്പോൾ നിങ്ങളുടെ കാര്യം തീർക്കുവാൻ, നിങ്ങളുടെ വ്യവഹാരം തീർക്കുവാൻ, നിങ്ങളുടെ ഇടയിലെ പ്രശ്നം തീർക്കുവാൻ നിങ്ങൾ അവിശ്വാസികളുടെ അടുക്കൽ പോകുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾക്കുള്ള പദവി എന്താണ് എന്ന്, നിങ്ങൾ ആരാണ് എന്ന്, നിങ്ങൾക്ക് തന്നിട്ടുള്ളതായ കഴിവുകൾ എന്താണ് എന്ന്, നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളതായ റാത്തൽ എന്താണ് എന്ന് അപ്പോസ്തലൻ തൊട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 6-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ആരാണ് എന്ന് പറയുന്നു. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ പദവി എന്താണെന്ന് പറയുന്നു. ലോകത്തെ വിധിക്കാനുള്ളവരാണ് നിങ്ങൾ, ജാതികളെ വിധിക്കാനുള്ളവരാണ് നിങ്ങൾ, ദൂതന്മാരെ വരെ വിധിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നവരാണ്. പക്ഷേ നിങ്ങളുടെ ഇടയിലുള്ള നിസ്സാരമായ സംഗതികൾക്ക് വേണ്ടി നിങ്ങൾ അഭക്തന്മാരുടെ ഇടയിൽ വ്യവഹാരത്തിന് പോകുന്നുവോ എന്ന്. ഞാനും നിങ്ങളും മറ്റുള്ളവരെ വിധിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെ ഭരിക്കുവാൻ തക്കവണ്ണം അധികാരമേൽക്കുന്നതായ ഒരു നാളുണ്ട് എന്ന്. തൻ്റെ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. അന്ന് കർത്താവ് ഈ അഖിലാണ്ടത്തെ എല്ലാം, ലോകത്തെ എല്ലാം അടക്കി വാഴുന്നതായ അന്ന് ഇന്ന് കാണുന്നതായ ഈ ജനാധിപത്യ വ്യവസ്ഥയെല്ലാം മാറ്റിയിട്ട് യേശു രാജാവായിട്ട് അങ്ങ് വാഴും. ഇന്നത്തെ ഈ ജനാധിപത്യ വ്യവസ്ഥകളെല്ലാം മാറ്റി നമ്മുടെ കർത്താവ് രാജാവായിട്ട് വാഴും. അന്ന് നാം
കർത്താവിനോടുകൂടെ വാഴും. 10 പട്ടണങ്ങൾക്ക് അധിപതിയായ ചിലരെ ആക്കും, 5 പട്ടണങ്ങളുടെ അധിപതിയായ ചിലരെ ആക്കും, ചിലപ്പോൾ 5 രാജ്യങ്ങളായിരിക്കാം. നമ്മെ ഓരോരുത്തരെയും ആക്കുമെന്ന്. നാം ആ പട്ടണങ്ങളെ, രാജ്യങ്ങളെ വാഴുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇതാർക്കാ കിട്ടുന്നത്? ഇവിടെ വെളിപ്പാട് പുസ്തകത്തിലും കാണുന്നത് ഇത് ജയിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. ജയിക്കുന്നവർക്ക് ലഭിക്കുന്നതാണിത്. എന്താണ്? തുയത്തൈര സഭയുടെ തോൽവിയിൽ പെടാതെ. തോറ്റവരുണ്ട് തുയത്തൈര സഭയിൽ. തുയത്തൈര സഭയുടെ തോൽവിയിൽ പെടാതെ ജയിച്ച് നിന്നാൽ നിങ്ങൾക്ക് ഈ അധികാരം തരുമെന്ന്. എന്താണ് ഈ തുയത്തൈര സഭയുടെ തോൽവി എന്ന് പറയുന്നത്? ഏത് കാര്യത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് കാര്യത്തിൽ ജയിച്ച് നിന്നാലാണ് അന്ന് വാഴാനുള്ള അധികാരം നമുക്ക് തരുന്നത്? ഏത് കാര്യത്തിൽ ജയിച്ചു നിന്നാലാണ്? അവിടെ കർത്താവ് ഏൽപ്പിച്ചതായ റാത്തൽ അത് വ്യാപാരം ചെയ്യണം, ജയിക്കണം, അത് സൂക്ഷിച്ച് വർദ്ധിപ്പിക്കണം. ഏത് കാര്യത്തിൽ വർദ്ധിച്ച് നിന്നാലാണ്, ജയിച്ച് നിന്നാലാണ് ഈ ജാതികളുടെ മേൽ വാഴാനുള്ള അധികാരം നമുക്ക് കിട്ടുന്നത്, അധികം പട്ടണങ്ങൾ വാഴാനുള്ള അധികാരം കിട്ടുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം നാം വായിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ അതിൻ്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവരുടെ മക്കളെയും ഞാൻ കൊന്നുകളയും. ഞാൻ ഉൾപ്പൂകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്തൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ. ഈ റാത്തൽ നിങ്ങൾക്കുള്ളത് ഞാൻ തന്നത്, ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്, നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾക്ക് ഞാൻ പകർന്നു തന്നത് അവസാനം വരെ നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ, ആ റാത്തൽ ഞാൻ മരുന്നത് വരെ, ഞാൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുന്നത് വരെ നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ, അതിനുവേണ്ടി നിന്നാൽ ഞാൻ തരുമെന്നാണ് പറയുന്നത് ജയിക്കുന്നവന്. എന്താണ് അവിടെ വായിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി വിവരിക്കേണ്ടതായ കാര്യങ്ങളാണ്, ഞാൻ തൊട്ട് പറയുകയാണ്. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും, 24-ാം വാക്യം, എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ, ആരാണ്? ഇസബേൽ അവൾ പറയും പോലെ, അവർ പറയും പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്തൈരയിലെ ശേഷം പേരോട്. അവൾ പറയുന്നത് സാത്താൻ്റെ ആഴങ്ങൾ അറിയണമെന്നാണ്.
പക്ഷേ അവളുടെ വാക്ക് കേൾക്കാതെ, അവൾ പറയുന്നത് കേൾക്കാതെ, സാത്താൻ്റെ ആഴങ്ങൾ അറിയാൻ പോകാതെ, ഞാൻ ഏൽപ്പിച്ചത് പിടിച്ചു കൊള്ളുന്നവന് ഞാനിത് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ചില വിശദീകരിക്കേണ്ടതായ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുകയാണ്. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആദരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഈസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അവിടെ ഒരു സ്ത്രീയുടെ പേര് പറയുകയാണ്, ഈസബേൽ. പഴയ നിയമത്തിൽ ഒരു ഇസബേലിനെ നമുക്കറിയാം. പഴയ നിയമത്തിൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ഒരു ഇസബേലിനെ നാം കാണുന്നുണ്ട്. ആ ഇസബേൽ ഒരു ദുഷ്ട സ്ത്രീയാണ്. സീദോന്യ രാജാവായ യത്ബാലിൻ്റെ മകളാണ് ആ ഇസബേൽ. ആ ഇസബേൽ ആഹാബ് രാജാവിൻ്റെ ഭാര്യയായി. പഴയ നിയമത്തിൽ കാണുന്ന ഏറ്റവും വലിയ ദുഷ്ട കഥാപാത്രമാണ് ഇസബേൽ. ഏറ്റവും വലിയ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ദുഷ്ട കഥാപാത്രമാണ് ഈസബേൽ. ആഹാബിനെ പാട്ടിലാക്കി ഇസ്രായേലിൽ ബാലിൻ്റെ ആരാധന ഏർപ്പെടുത്തുന്നതിനും യഹോവയുടെ ആരാധന ഇല്ലാതെയാക്കുന്നതിനും ശ്രമിച്ചതായ ഒരു ദുഷ്ട സ്ത്രീയാണ് ഈസബേൽ. നാബോത്തിനെ കൊന്ന കാര്യമൊക്കെ നമുക്കറിയാം. നാബോത്തിൻ്റെ മുന്തിരിത്തോപ്പ് കൈവശമാക്കിയ കാര്യമെല്ലാം നമുക്കറിയാം. അവൾ അസാൻമാർഗികതയുടെയും വിഗ്രഹാരാധനയുടെയും പ്രതീകമായിരുന്നു. എന്നാൽ ഇവിടെ തുയത്തൈര സഭയിലെ ഇസബേൽ ആരാണ് പറയപ്പെടുന്നത്? അന്ന് ആ കാലത്ത് ആ സഭയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാണ്. ഒരു തുയത്തൈര സഭയിലെ ഒരു പട്ടക്കാരൻ്റെ ഭാര്യയായിരുന്നു എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഈ ഇസബേൽ. ഈ തുയത്തൈര സഭയെക്കുറിച്ച് നാം ഒന്ന് പഠിച്ചാൽ, ഈ തുയത്തൈര സഭയിൽ അവിടെ ഒരു സഭ ഉണ്ടാകാൻ ആരാണ് കാരണമായത്? തുയത്തൈരയിൽ എങ്ങനെയാണ് സഭയുണ്ടായത്? ഒരു സ്ത്രീ വഴിയായിട്ടാണ്. ആ സ്ത്രീയുടെ പേരെന്താണ്? തുയത്തൈര പട്ടണക്കാരിത്തിയും രക്താംബരം വിൽക്കുന്നവളുമായ ആരാണ്? ബൈബിൾ ക്ലാസ് ഞാൻ തന്നെ പ്രസംഗിക്കുന്ന പോലെ പോകുന്നു അല്ലേ? ആരെങ്കിലും പറയാവോ ആരാണ്? ലുദിയ എന്ന സ്ത്രീ. ആ സ്ത്രീ വഴിയാണ് അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ കാണും. അവൾ വചനം കൈക്കൊണ്ടു, അപ്പോസ്തലന്മാരെ അവളുടെ വീട്ടിൽ കൈക്കൊണ്ടു. അവിടെ സഭയുണ്ടാകുന്നു, അവിടെ വിശ്വാസം, സുവിശേഷം അവിടെ ആ ദേശത്ത് വരുന്നു. അപ്പോൾ ലുദിയ എന്ന ഒരു സ്ത്രീ തുയത്തൈരയിൽ ഒരു സഭയുണ്ടാകുവാൻ മുഖാന്തരമായി തീർന്നു. എന്നാൽ ഇവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു, അവളുടെ പേര് ഇസബേൽ എന്നാണ്. ഇസബേൽ എന്ന് പറഞ്ഞാൽ അന്ന് പഴയ നിയമത്തിലെ ഇസബേലിൻ്റെ മേൽ വ്യാപരിച്ച ദുരാത്മാവുണ്ട്. എല്ലാ കാലങ്ങളിലും ഉണ്ട്. ഈ ദുരാത്മാവ് ഓരോരുത്തരുടെ മേൽ കയറിയാണ് കേട്ടോ എല്ലാ തകർച്ചകളും ഉണ്ടാക്കുന്നത്. കുടുംബങ്ങളിലാണെങ്കിലും കൂട്ടായ്മകളിലാണെങ്കിലും സഭകളിലാണെങ്കിലും എല്ലാം തകർച്ചകൾ ഉണ്ടാക്കുന്നത് ഈ ദുരാത്മാവ് കയറിയിട്ടാണ്. ചില വ്യക്തികളിൽ, ചില മനുഷ്യരിൽ ഈ ദുരാത്മാവ് കയറിയിട്ടാണ് ഈ തകർച്ചകളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അന്ന് പഴയ നിയമത്തിൽ ആഹാബിൻ്റെ ഭാര്യയായി തീർന്ന സീദോന്യ രാജാവായ യത്ബാലിൻ്റെ മകളായ ഇസബേലിൽ കയറിയ ആ ദുരാത്മാവ് ഇവിടെ തുയത്തൈര സഭയിലെ ഒരു സ്ത്രീയിൽ കയറി. അവളുടെ പേര് ഇസബേൽ എന്ന് തന്നെയാണ്. അവൾ കേട്ടിട്ട് എന്താ ചെയ്തത്? മറ്റുള്ളവരെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അതാണ് ഇസബേൽ ചെയ്തത്. മറ്റുള്ളവരെ വീഴിക്കുവാൻ തക്കവണ്ണം,
മറ്റുള്ളവരെ ആത്മാവിൽ തകർത്ത് കളയാൻ തക്കവണ്ണം അവളിലൂടെ പ്രവർത്തിച്ചു. ആ ഇസബേലിലൂടെ ആഹാവ് രാജാവ് തകർന്നു പോകാനിടയായി. ഒരു രാജ്യത്ത് നിന്ന് ദൈവാരാധന തുടച്ചു നിൽക്കുവാൻ തക്കവണ്ണം. അതുപോലെയുണ്ട്, ദുരാത്മാവ് കയറും, ചിലരിൽ ദുരാത്മാവ് കയറും, എന്നിട്ട് മറ്റുള്ളവരെ കൂടെ വീഴ്ത്താൻ തക്കവണ്ണം പ്രവർത്തിക്കും. അത് ഇസബേലിൻ്റെ വ്യാപാരമാണ്. അപ്പോൾ അവിടെ നാം വായിച്ചു, താൻ പ്രവാചകി എന്ന് പറഞ്ഞു. പറയുന്നത് അങ്ങനെയാ. ആരാണ്? നല്ല കൃപാവരമുള്ള സഭയിലെ പട്ടക്കാരൻ്റെ ഭാര്യയാണെന്ന് പറയപ്പെടുന്നു. വ്യാഖ്യാനികൾ പറയുന്നതാണ്, തെളിവൊന്നുമില്ല. എന്നാലും സഭയിൽ അല്പം സ്ഥാനവും കൂട്ടായ്മ അല്പം പ്രാധാന്യമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഈ സ്ത്രീ. അപ്പോൾ ഞാൻ പ്രവാചകിയാണ്, യേശുവാണ് എന്നിൽ കൂടെ സംസാരിക്കുന്നത്, ദൈവാത്മാവാണ് എന്നിൽ സംസാരിക്കുന്നത്, ഞാൻ പ്രവാചകിയാണെന്ന് പറഞ്ഞു. 20 എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന, തൻ്റെ ദാസന്മാരെ തെറ്റായ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുത്ത് ശരിയായ വഴിയിൽ നിന്ന് തെറ്റിച്ച് കളയുന്നതായ ഒരു സ്ത്രീയായിരുന്നു ഇസബേൽ. അവളെ അനുവദിക്കുന്നു എന്നൊരു കുറ്റമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നു. അവളെ ഈ തുയത്തൈര സഭയിൽ ഈ വേഷം കെട്ട് നിങ്ങൾ അനുവദിക്കുന്നു. മാത്രമല്ല, അവൾക്ക് മാനസാന്തരപ്പെടാനൊക്കെ അവസരം കൊടുത്തു, പക്ഷേ മാനസാന്തരപ്പെട്ടില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും, ഇസബേലിൻ്റെ ഉപദേശം കൈക്കൊള്ളാതെയും, അവൾ പറയുന്നത് പോലെ സാത്താൻ്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും ഉള്ള ചില ആളുകൾ തുയത്തൈര സഭയിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സാത്താൻ്റെ ആഴങ്ങൾ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇസബേൽ സാത്താൻ്റെ ആഴങ്ങൾ എന്ന് പറയുന്നത് പാപത്തിൻ്റെ ആഴമാണ്. പാപത്തിൻ്റെ ആഴം, സാത്താൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ നമുക്ക് ലളിതമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ പലരും മദ്യത്തിന് അടിമകളാകുന്നത് എങ്ങനെയാണ്? തുടർച്ചയായിട്ട് മദ്യപിക്കുന്നു വേണ്ടെന്നേ, ഇത് കഴിച്ചാൽ എന്നൊന്നും അറിയാലോ. ഈ മദ്യം കുടിച്ചാൽ അതിൻ്റെ പിന്നെ കുടിക്കാനൊന്നും പോകണ്ട. ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ എന്താ കിട്ടുന്ന സുഖമെന്നൊന്നും അറിയാമല്ലോ. ആ പാപം ചെയ്യുന്നത് മൂലം ലഭിക്കുന്നത് എന്താണെന്ന് എന്ന് ഒന്ന് അറിയാനുള്ള ആഗ്രഹത്തോടെ മദ്യപിക്കുന്നു. അതിൽ തന്നെ തെറ്റ്. ഞാൻ മദ്യപിക്കാൻ പോകുന്നില്ല, ഞാനൊരു മദ്യപാനെന്ന് പറഞ്ഞുള്ളൂ. അതുപോലെ ഓരോ കാര്യങ്ങളും ഇന്ന കാര്യം ചെയ്താൽ അതിൻ്റെ സുഖം എന്നാന്നൊന്ന് നോക്കാൻ. സാത്താൻ്റെ ആഴങ്ങൾ പാപമാണോ ആ വഴിക്ക് തിരിഞ്ഞു നോക്കരുത്. എനിക്കത് ചെയ്യാൻ പരിപാടിയൊന്നുമില്ല, പക്ഷേ അത് അതിനകത്ത് എന്നാന്നൊന്ന് അറിയണമല്ലോ. ഈ പറഞ്ഞിരിക്കുന്ന പാപം അത് എന്താണെന്നൊന്ന് മനസ്സിലാക്കണമല്ലോ. സാത്താൻ്റെ ആഴം ഇസബേൽ അങ്ങനെ പറഞ്ഞു കൊടുത്തത്. നിങ്ങളങ്ങനെ ചെയ്യേണ്ട, ഇതൊക്കെ എല്ലാം ദൈവം തന്നിരിക്കുന്നതാണ്. അങ്ങനെ പോയാൽ, ആ വഴിക്ക് പോയാൽ എന്നാന്നൊന്ന് അറിയണതിന് കുഴപ്പമൊന്നേ, നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. ഇല്ലേ, ഇന്ന് നമ്മൾ പണ്ടത്തെ തലമുറയിൽ നിൽക്കുന്ന എത്രയാ 16ാം നൂറ്റാണ്ടെന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോഴത്തെ പിള്ളേർ കളിയാക്കില്ലേ, ലോകം കണ്ടിട്ടില്ല. ഇതൊക്കെ എന്നെ അറിയണമല്ലോ. ഈ ലോകത്തുള്ളതായ ഈ കാര്യങ്ങളൊക്കെ സാത്താൻ്റെ ആഴങ്ങൾ അറിയണമെന്ന് ഇസബേൽ ഉപദേശിച്ചു കൊടുത്തു. അങ്ങനെയാണ് വീഴ്ത്തിയത്. ഇന്ന് അനേകർ മയക്കുമരുന്നിന് അടിമകളാകുന്നത് എങ്ങനെയാണ്? ഇന്ന് അനേകർ പ്രേമക്കുരുക്കളിൽ വീണുപോകുന്നത് എങ്ങനെയാണ്? അശുദ്ധിയിലും അഴുക്കിലും വീണുപോകുന്നത് എങ്ങനെയാണ്? വേണ്ടാധീനങ്ങളിലും കൊള്ളരുതായ്മകളിലും അഡിക്റ്റായി പോകുന്നത് എങ്ങനെയാണ്? സാത്താൻ്റെ ആഴങ്ങളൊന്നും അറിയാൻ നോക്കുന്നതേ ഉള്ളൂ, പക്ഷെ അടിമയായി പോകുന്നു. എന്നാൽ ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലാക്കി എനിക്കത് വേണ്ട, സാത്താൻ്റെ ആഴങ്ങൾ
അറിയാതെ അത് വേണ്ട എന്ന് വെച്ച്, എനിക്കത് വിഷയമല്ല എന്ന് വെച്ച് അതിൽ തൊടുക പോലും ചെയ്യാതെ മാറി നിന്ന് തങ്ങളെ തന്നെ കാത്ത വിശുദ്ധന്മാരവിടെ ഉണ്ടായിരുന്നു. ഏൽപ്പിച്ചതായ അവൻ തന്നത്, ഏൽപ്പിച്ചത് സൂക്ഷിച്ചു കൊണ്ടവരവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗം ഏൽപ്പിച്ചതായ റാത്തൽ കയ്യിൽ നിന്ന് കളയാതെ വെച്ചവരുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും കേൾക്കുന്നതായ ജീവന്റെ വചനം, നമുക്ക് ഏൽപ്പിച്ചു കിട്ടിയതായ സുവിശേഷ സത്യങ്ങൾ അവൻ നമ്മെ ഏൽപ്പിച്ചതായ റാത്തലാണ്. ഇനി അത് വിട്ടിട്ട് നാം ഏതെങ്കിലും വഴിയിലൂടെ പോയി അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് നോക്കി സാത്താന്റെ ആഴങ്ങൾ അറിയാൻ നാം പോകരുത്. സാത്താന്റെ ആണോ, വേഷം കെട്ടലുകളാണോ, അന്യമാണോ, അനുവദിക്കാത്തതാണോ, ദൈവം അനുവദിക്കാത്തതാണോ, ദൈവം നമ്മെ ഏൽപ്പിച്ചതിന് വിരുദ്ധമായിട്ടുള്ളതാണോ, അതറിയാൻ പോലും പോകാനിട വരരുത്. വളരെ കൃത്യമായി വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾ പിടിച്ചുകൊണ്ടു. നിങ്ങളെ ഏൽപ്പിച്ചത് ഈ ഉപദേശം എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയത്തൈരയിലെ ശേഷം പേരോട് വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന റാത്തലുണ്ട്, നിധിയുണ്ട്, അത് പിടിച്ചുകൊള്ളണം. അവിടെ ചാട്ടമുണ്ട്, അവിടെ അങ്ങനെയുണ്ട്, ഇങ്ങനെ എന്തെല്ലാം നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആത്മീയ വഴികളിൽ തന്നെ സാത്താന്റെ ആഴങ്ങളുണ്ട്, ദുരാത്മാവിന്റെ വ്യാപാരമുണ്ട്, ഫോഷ്കിന്റെ വ്യാപാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ മഹത്വം. ഇല്ലേ, ഉന്തിവിടല്, തള്ളിയിടല്, എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം ഫോഷ്കിൻ്റെതായ വഴികൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മെ ഭരമേൽപ്പിച്ചുള്ളതിന് ചേരാത്തതായി, നിരക്കാത്തതായി നാം ആ വഴിക്ക് പോകാതെ അവൻ ഏൽപ്പിച്ചിട്ടുള്ളതായ റാത്തൽ, അവൻ നമുക്ക് തന്നത് നാം പിടിച്ചുകൊള്ളണം, അത് കരുതിക്കൊള്ളണം, അത് സൂക്ഷിച്ചുകൊള്ളണം. അതാണ് വ്യാപാരം ചെയ്യേണ്ടത്. ദൈവത്തിന് സ്തോത്രം. സത്യവചനം നമുക്ക് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിർമ്മല വചനം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാം അത് പിടിച്ചുകൊള്ളണം. ഇനി അവർ കാട്ടുന്നത് പോലെ ഇച്ചിരൂടെ ഒന്ന് ചേർത്ത് കാട്ടിയാലേ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ആ വഴിക്കൊന്നും പോകരുത്. ആൾക്കൂട്ടത്തിന് വേണ്ടി, ആളെ കൂട്ടാൻ വേണ്ടി നാം അങ്ങനെയൊന്നും ചെയ്യാൻ നോക്കരുത്. ദൈവത്തിന് സ്തോത്രം. അവൻ തന്ന റാത്തലുണ്ട്. ഇന്ന് പലരും തന്നത് ഉറുമാലിൽ പൊതിഞ്ഞു കെട്ടി വെച്ചിട്ട് തങ്ങളുടേതായ ചിലതെല്ലാം എടുത്ത് വ്യാപാരം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ ഏൽപ്പിച്ചതല്ലേ വ്യാപാരം ചെയ്യേണ്ടത്. എൻ്റെ കർത്താവ്, എനിക്കൊന്ന് കൃപയല്ലേ ഞാൻ വ്യാപാരം ചെയ്യേണ്ടത്? ഞാൻ ഇല്ലാത്തതുണ്ടെന്നും കാണിച്ച് നടന്നാലോ? എൻ്റെ കരുണയുള്ള കർത്താവിന് സ്തോത്രം. തന്നത് ഉറുമാലിൽ കെട്ടിവെക്കുകയാണ്. യജമാനെ ഏൽപ്പിച്ചത് ഉറുമാലിൽ വയ്ക്കുകയാണ്. എന്നിട്ട് തങ്ങളുടേതായ പലതും എടുത്ത് വ്യാപാരം ചെയ്തുകൊണ്ട് നടക്കുന്നു. വർദ്ധിപ്പിച്ചു, വലുതാക്കി, ഒത്തിരി ചെയ്തു. പക്ഷേ അവൻ രാജത്വം പ്രാപിച്ച് മടങ്ങി വന്നപ്പോൾ ഞാൻ ഏൽപ്പിച്ചതാ ചോദിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ഇത്രയും പേർ ഈ ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ അമേരിക്കയിലാണ്. ദൈവം കൃപയാൽ ഞങ്ങളുടെ യാത്രയിലെല്ലാം കൂടെ ഇരുന്നു. സമാധാനത്തോടെ ഞങ്ങളിവിടെ എത്തിച്ചു. എന്നാൽ അല്പം പ്രയാസങ്ങളിലെ ദിവസങ്ങളിൽ, ശാരീരികമായി അല്പം പ്രയാസങ്ങളെല്ലാം വരും. ഇപ്പോഴും എൻ്റെ തൊണ്ടയൊന്നും ശരിയായിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ഞങ്ങളെ സമാധാനത്തോടെ കാത്തു. ഞങ്ങളിന്നിവിടെ അമേരിക്കയിലുമായിരിക്കുന്നു. അവൻ രാജ്യത്ത് പ്രാപിച്ച് മടങ്ങി വരുന്നത് അവൻ തന്നത് ചോദിക്കാനാ. അവൻ എനിക്ക് തന്നതിനോട് ചോദിക്കുമെന്ന് എനിക്കറിയാം. അവൻ എന്നെ ഏൽപ്പിച്ച ഒരാത്മീയ കാഴ്ചപ്പാടുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് തന്ന ആത്മീയമായൊരു വീക്ഷണമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആളുകൾ കൂടെ നിന്ന് കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ നോക്കിയോ ഞാൻ ആ റാത്തൽ ഉറുമാലിൽ കെട്ടിവെച്ചിട്ട് ഞാൻ എൻ്റേതായ ചിലതെല്ലാം എടുത്താൽ ഞാൻ അന്ന് കേൾക്കേണ്ട വിളി എന്താകും? ലൂക്കോസ് 19 നിങ്ങൾ വായിച്ചു നോക്കണം. തന്നത് പിടിച്ചുകൊണ്ടു. ദൈവത്തിന് സ്തോത്രം. ഇസബേലിൻ്റെ കൂടെ പോയില്ല. സാത്താൻ്റെ ആഴങ്ങൾ അറിയണമെന്നുള്ളതായ ചിന്ത പോലും ഇല്ലാതെ ദൈവത്തിന് സ്തോത്രം നിന്ന ഒരു കൂട്ടത്തെയാണ്
അന്ന് വിളിച്ച് പട്ടണങ്ങളുടെ മേൽ അധികാരം ഏൽപ്പിക്കുന്നത്. ഞാൻ വാക്കുകൾ നിർത്തുക, 2 മിനിറ്റ് താമസിച്ചു, നിങ്ങൾ ക്ഷമിക്കണം. നമ്മുടെ തലകളെ വണക്കാം. കരുണയുള്ള കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചത്, അവിടുന്ന് ഞങ്ങളെ ഭരമേൽപ്പിച്ചത്, ആ റാത്തൽ അത് സൂക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ കരങ്ങളിൽ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്ത് ഏൽപ്പിക്കുവാൻ, വർദ്ധിപ്പിക്കാവുന്നിടത്തോളം വർദ്ധിപ്പിച്ചേൽപ്പിക്കുവാൻ, അന്ന് പട്ടണങ്ങൾക്ക് അധിപതിയാകുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്വം കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.